സെക്കൻഡ് സെമസ്റ്റർ BSc നഴ്സിംഗ് ഫൗണ്ടേഷനിൽ ഒന്നാമത്തെ യൂണിറ്റായ ഹെൽത്ത് അസസ്മെന്റിന്റെ ക്ലാസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. INC സിലബസ് ബേസ് ചെയ്തുള്ള ക്ലാസ് ആണ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഈ സെയിം സിലബസും സെയിം എക്സാം പാറ്റേണും ആണ്. ഹെൽത്ത് അസസ്മെന്റിൽ ഫസ്റ്റ് പോർഷൻ എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ ജനറൽ ഹെൽത്ത് അസസ്മെന്റും ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് കാണാനുള്ളത് സിസ്റ്റം വൈസ് ഹെൽത്ത് അസസ്മെന്റ് ആണ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അസസ്മെന്റ് ഓഫ് ഈച്ച് ബോഡി സിസ്റ്റം. ഇന്റഗ്മെന്ററി സിസ്റ്റം ആണ് ഫസ്റ്റ്, അതായത് സ്കിന്ന്, പെരിഫറി ഇതെല്ലാമാണ് ഇന്റഗ്മെന്ററി സിസ്റ്റം. ഇന്റഗ്മെന്ററി സിസ്റ്റത്തിൽ നമ്മൾ എന്താണ് അസസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ബോഡി ടെമ്പറേച്ചർ, ഓക്സിജൻ ലെവൽ, പെരിഫറൽ സർക്കുലേഷൻ ആൻഡ് പെർഫ്യൂഷൻ ആർ അസസ്ഡ് ബൈ ഒബ്സർവിംഗ് ദ സ്കിൻ. അതായത് നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ ഇൻസ്പെക്ഷൻ ആണ്. എപ്പോഴും നമ്മൾ ഹെൽത്ത് അസസ്മെന്റ് ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, ഓസ്കൾട്ടേഷൻ, പ്രിക്കഷൻ എങ്ങനെയാണ് പോകുന്നത്. സോ ഇൻസ്പെക്ഷനിൽ തന്നെ നമുക്ക് മനസ്സിലാകും ബോഡി ടെമ്പറേച്ചർ ജസ്റ്റ് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത് പാൽപേഷൻ അണ്ടറിലേക്ക് വരുന്നില്ല. ഓക്സിജൻ ലെവലിൽ പേഷ്യന്റ് പെയിലാണോ അല്ലെങ്കിൽ സൈനോസിസ് ആണോ അതനുസരിച്ച് ഓക്സിജൻ ലെവൽ അറിയാൻ പറ്റും. പെരിഫറൽ സർക്കുലേഷൻ, പെർഫ്യൂഷൻ ഇതെല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്ത് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. സ്കിൻ കളർ, ടെമ്പറേച്ചർ ആൻഡ് കണ്ടീഷൻ ആർ ഗുഡ് ഇൻഡിക്കേറ്റർ ഓഫ് പേഷ്യന്റ് ഹെൽത്ത് ആൻഡ് സർക്കുലേറ്ററി സ്റ്റാറ്റസ്. അപ്പോൾ സ്കിന്നിന്റെ കളറും ടെമ്പറേച്ചറും ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്കറിയാം പേഷ്യന്റ് ഹെൽത്തി ആണോന്ന്. അല്ലെങ്കിൽ ഒരാൾ പെയിലാണ്, വളരെ ടയേർഡാണ്, കാണുമ്പോഴേ നമുക്കറിയാൻ സാധിക്കും ഹീസ് അൺഹെൽത്തി. ഫസ്റ്റ് ഇൻസ്പെക്ഷൻ ആണ് എല്ലാ സിസ്റ്റത്തിന്റെയും ഫസ്റ്റ്. കാരണം നമ്മൾ ആദ്യം കാണുവാണ് ചെയ്യുന്നത്. സ്കിൻ നോർമലി നമ്മൾ കാണുന്നത് പിങ്ക് കളറാണ് ലൈറ്റ്ലി പിഗ്മെന്റഡ് ഇൻഡിവിജ്വലിന്. അതായത് അത്യാവശ്യം കളർ ഒക്കെ ഉള്ളവർക്ക് പിങ്ക് കളറായിട്ട് തോന്നും. Person with a deeply pigmented skin color may be apparent in fingernail bed, lips and mucous membrane in the mouth, the underside of the arm, hand and the conjunctiva of the eye. അപ്പം നമ്മൾ ഈ നോക്കുന്നത് എന്താണ്? പേഷ്യന്റ് പെയിലാണോ അല്ലെ പേഷ്യന്റ് വല്ലോ സൈനോസിസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാനാണ്. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ലൈറ്റ്ലി പിഗ്മെന്റഡ് ആണെങ്കിൽ പേഷ്യന്റ് പിങ്ക് കളർ കാണുമ്പോൾ തന്നെ അറിയാം പേഷ്യന്റ് ഇസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പക്ഷെ ഡാർക്ക്ലി പിഗ്മെന്റഡ് ആണ് അല്ലെ ഡീപ്ലി പിഗ്മെന്റഡ് ആണ് ഒരാളുടെ സ്കിൻ കളർ കണ്ടുകൊണ്ട് പേഷ്യന്റിന് സൈനോസിസ് ഉണ്ടോ പെയിലാണോ നമുക്ക് അറിയാൻ സാധിക്കില്ല. അതെങ്ങനെയാണ് അറിയുന്നത്? അവരുടെ കൺജങ്ക്റ്റീവ വൈറ്റ് പാർട്ടാണ്, അവിടെ ഒരു മീൻസ് അനീമിയ പോലെ കാണും, അല്ലെങ്കിൽ ഒരു ടയർഡ്നെസ് ഒക്കെ കാണും. പിന്നെ ലിപ്സ് ബ്ലൂ ആയിട്ട് വരും. പിന്നെ ഫിംഗർ, നെയിലൊക്കെ വൈറ്റ് ആണ് നോർമലി ഏത് പിഗ്മെന്റഡ് പേഴ്സണും അവരുടെ എല്ലാം സ്കിൻ കളറിന് ചേഞ്ചസ് വരും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ബക്കൽ മ്യൂക്കോസ, മൗത്തിന്റെ അകത്തുള്ള മ്യൂക്കോസ, രണ്ട് സൈഡിലുമായിട്ട് കാണുന്ന ബക്കൽ മ്യൂക്കോസ. ഇതൊക്കെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. Poor peripheral circulation will cause the skin to appear pale, white and translucent. When the blood is not properly saturated with oxygen, it changes to bluish color. Liver function may cause a yellow color of the skin. ഇതിപ്പോൾ കളറാണ് പറയുന്നത്. പേഷ്യന്റ് മീൻസ് HB ഓക്സിജൻ ആയിട്ട് സാച്ചുറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അബ്സോർവ് ചെയ്തെടുക്കുക എന്നാണ് അർത്ഥം. സാച്ചുറേറ്റ് ചെയ്യുക, ഒരു ക്ലോത്ത് വെള്ളത്തിലിട്ട് സാച്ചുറേറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോത്ത് ആ വെള്ളം മുഴുവൻ വലിച്ചെടുത്തു അല്ലെ അബ്സോർവ് ചെയ്തതാണ് സാച്ചുറേറ്റഡ്. അപ്പോൾ HBയിൽ ആവശ്യത്തിന് ഓക്സിജൻ ഉണ്ടെങ്കിൽ അതൊരു ബ്രൈറ്റ് റെഡ് കളറാണ്. പക്ഷെ ഓക്സിജന് കുറവുണ്ടെങ്കിൽ അത് ബ്ലൂ കളറായിട്ട് വരും. അപ്പോൾ ഓക്സിജന്റെ കുറവുള്ളപ്പോൾ അവിടെ എന്താണ് വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. ഓക്സിജന്റെ കുറവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഈ HB ആയിട്ട് ബൈൻഡ് ചെയ്യും, അപ്പം ബ്ലൂ കളർ വരും. അതാണ് ഓക്സിജൻ ഡെഫിഷ്യൻസി. ഇപ്പൊ ലിവറിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ ബിലിറൂബിൻ ജോണ്ടിസ് ആയിട്ട് അല്ലെങ്കിൽ യെല്ലോ കളറായിട്ട് സ്കിന്നിലും പിന്നെ എസ്പെഷ്യലി കൺജങ്ക്റ്റീവ, ലിപ്സ് ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ലുക്സ് സ്വെല്ലിംഗ് ഇൻ ദ എക്സ്ട്രീമിറ്റീസ് ആൻഡ് ഓവർ ഐലിഡ്. അതായത് സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈയും കാലിനൊക്കെ എന്തെങ്കിലും നീരുണ്ടോ, കണ്ണിങ്ങനെ വീങ്ങിയിരിക്കാന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ വളരെ പ്യുവർ മലയാളമാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഉണ്ടെങ്കിൽ പേഷ്യന്റ് എന്തെങ്കിലും സിക്കാകാം, ചിലപ്പം വേം ഇൻഫെസ്റ്റേഷൻ ആകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ അതൊക്കെ പഠിച്ചിരിക്കണം എന്നർത്ഥം. ഒബ്സർവ് സ്കിൻ ഫോർ എനി ലീഷൻസ്, അതായത് എന്തെങ്കിലും മുറിവുകൾ, എന്തെങ്കിലും പസ്റ്റ്യൂളുകൾ, എന്തെങ്കിലും സിസ്റ്റ്, ഇങ്ങനെ എന്തെങ്കിലും ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടോ സ്കിന്നിന്, അതും ഒബ്സർവ് ചെയ്യണം. ഇതാണ് ഇൻസ്പെക്ഷൻ സ്കിന്നിന്റെ. നെക്സ്റ്റ് സ്കിന്നിന്റെ പാൽപേഷൻ ആണ്. പാൽപേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈയും കൊണ്ട് ടച്ച് ചെയ്തിട്ട് നോക്കുന്നത്. പാൽപേറ്റ് ദ സ്കിൻ ടു അസസ് ടെമ്പറേച്ചർ, മോയ്സ്ചർ, ടർഗർ, എഡീമ ആൻഡ് ടെൻഡർനെസ്. പേഷ്യന്റിന് പനിയുണ്ടോ, വളരെ മോയ്സ്ചർ ആണോ, ഇങ്ങനെ കോൾഡ് പോലെയുണ്ടോ, ടർഗർ എന്തോരം ഹൈഡ്രേഷൻ നോക്കുന്നത്, പിന്നെ എഡിമ ഉണ്ടോ എന്നൊക്കെ നമുക്ക്
പാൽപ്പേറ്റ് ചെയ്ത് നോക്കാൻ സാധിക്കും. അസസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ പേഷ്യന്റ് യൂസിങ് ദ ഡോർസം ഓഫ് ദ ഹാൻഡ്. നോർമലി ദ സ്കിൻ ഇസ് വാം ടു ടച്ച്. ഡോർസം എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡും കൊണ്ടാണ്, ഇൻസൈഡിൽ തിക്ക് സ്കിന്നാണ്. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ അത്ര അസസ് ചെയ്യാൻ സാധിക്കില്ല. ബാക്കിലാണ് നെർവ്സ് കൂടുതലുള്ളത്. അപ്പം ബാക്ക് സൈഡും കൊണ്ടാണ്, ഡോർസം ഓഫ് ദ ഹാൻഡ് ആണ് യൂഷ്വലി വാം ആയിരിക്കും. ദ സ്കിൻ ഫീൽ ഹോട്ട് വിത്ത് ഫീവർ ഓർ ഹൈപ്പർതെർമിയ. ഫീൽ ദ പേഷ്യന്റ് ഫോർഹെഡ് വിത്ത് ബാക്ക് ഓഫ് യുവർ അൺഗ്ലൗഡ് ഹാൻഡ് ടു ഡിറ്റർമൈൻ ഫീവർ. അതായത് പനിയൊക്കെ ഉണ്ടോ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? ഗ്ലൗസ് ഇട്ട കൈ കൊണ്ട് നോക്കരുതെന്നാണ്. അത് എന്തുകൊണ്ടാണ് ഈ പറയുന്നത് അറിയാമോ? നമുക്കത് അത്ര ഫെമിലിയർ ആയിട്ട് തോന്നുന്നെങ്കിലും ഔട്ട് സൈഡിലൊക്കെ നമ്മൾ എല്ലാ കാര്യത്തിനും ഗ്ലൗസ് ഇടും. അപ്പൊ നമ്മൾ എന്താണ് കഴിഞ്ഞത്? ജനറൽ അസസ്മെന്റ് കഴിഞ്ഞു. ജനറൽ അസസ്മെന്റ് കഴിഞ്ഞപ്പോൾ കയ്യിൽ ഒരു ഗ്ലൗസ് ഉണ്ട്. അപ്പൊ അല്ലെങ്കിൽ എന്തിനാണെങ്കിലും നമ്മളൊരു പ്രൊസീജിയർ ഉണ്ടപ്പോൾ ഗ്ലൗസ് വരും. അപ്പൊ ഈ പനിയൊക്കെ നോക്കണമെങ്കിൽ ഗ്ലൗസ് ഊരിയിട്ട് വേണം നമ്മൾ നോക്കുന്നതിന് വേണ്ടിയിട്ട്. ടർഗർ ഓഫ് ദ സ്കിൻ ഇസ് ചെക്ക്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ തമ്പ് ആൻഡ് ഇൻഡെക്സ് ഫിംഗർ. കൈ തമ്പും ഇൻഡെക്സ് ഫിംഗറും കൊണ്ട് ഇങ്ങനെ പിഞ്ച് ചെയ്ത് സ്കിന്ന് നോക്കുന്നതാണ് ടർഗർ. അതാണ് തമ്പാണ്. അപ്പൊ നമ്മളിത് നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ് അവർ ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്നത്. ഇങ്ങനെയാണ് ടർഗർ നോക്കുന്നത്, ഇങ്ങനെ പിടിച്ചു നോക്കും. അപ്പോൾ ഓൾഡ് ഏജിലൊക്കെ നമ്മൾ സ്കിൻ ടർഗർ നോക്കുന്ന ഈ കയ്യിലല്ല, സ്റ്റേണത്തേലാണ്, ചെസ്റ്റ് ബോണേലാണ്. കാരണം ഇവർക്ക് ഓൾറെഡി ഓൾഡ് ഏജിൽ റിങ്കിൾസ് വന്നിരിക്കും. അപ്പൊ നമ്മൾ പിന്നെ ഇവിടെ ടർഗർ നോക്കിയാൽ ശരിയാകില്ല. കാരണം നമ്മളിപ്പോ എങ്ങനെ നോക്കിയാലും അത് ആ റിങ്കിൾസ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പൊ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഓൾഡ് ഏജിൽ നമ്മൾ നോക്കുന്നത് സ്റ്റേണത്തേലായിരിക്കും. Pinch the forearm and release it. Normally the skin will return to its baseline condition within 3 seconds. നോർമലി നമ്മളിങ്ങനെ പിഞ്ച് ചെയ്തിട്ട് കൈ അങ്ങ് വിടുമ്പോൾ പഴയതുപോലെ ആകാം 3 സെക്കൻഡിന് താഴെ എടുക്കും. അതായത് ഒരു വളരെ ചെറുപ്പമുള്ളവരെയൊക്കെ നമുക്ക് ഇങ്ങനെ പിഞ്ച് ചെയ്തിട്ട് വിട്ട് ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ പഴയ പോലെ ആകും. അപ്പൊ 3 സെക്കൻഡാണ് പറയുന്നത്. If it take more than 3 seconds and remain tended when the turgor is decreased. ഡീഹൈഡ്രേഷൻ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ സ്കിൻ ടർഗർ നോക്കിയിട്ട് കൈ ഒന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇരിക്കും. അസസ് എഡീമ, എവിടെയെങ്കിലും എഡീമയുണ്ടോ, ദെൻ എവിടെയെങ്കിലും ടെൻഡർനെസ് ഉണ്ടോ, ഷേപ്പ് വ്യത്യാസങ്ങൾ, ഇതെല്ലാം ചെക്ക് ചെയ്യണം. ഫോർ പിറ്റിംഗ് എഡീമ പ്രസ് 1 or 2 ഫിംഗർ അഗെയിൻസ്റ്റ് എഡിമാറ്റസ് ഏരിയ. ഫോർ പിറ്റിംഗ് എഡീമ, പിറ്റിംഗ് എഡീമ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇങ്ങനെ എസ്പെഷ്യലി കാലയിലാണ്, കാലയിലൊക്കെ ഇങ്ങനെ നീര് വന്നിരിക്കുക. അവിടെ നമ്മളിങ്ങനെ 2 ഫിംഗറോ 1 ഫിംഗറോ വെച്ച് ഒരു 5 സെക്കൻഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ കൈ റിലീസ് ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് മില്ലിമീറ്ററിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കുവാണെങ്കിൽ അത് പിറ്റിംഗ് എഡീമ, അതായത് ഒരു കുഴി പോലെ കാണും. ഇനിയിപ്പോൾ നോർമൽ ആണെങ്കിൽ അത് റിലീസ് ചെയ്യുമ്പോൾ തന്നെ അത് പഴയതുപോലെ വരും. അപ്പോൾ അത് പിറ്റിംഗ് എഡീമ അല്ല, അയാളുടെ നോർമൽ ആയിട്ടുള്ള സ്കിന്നാണ്. അതാണ് പിറ്റിംഗ് എഡീമ. പിന്നെ നമ്മളിപ്പോൾ കണ്ടതാണ് ടർഗർ നോക്കുന്നത്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ സ്കിന്നിന്റെ മെയിൻ ആയിട്ട് ഇവിടെ കണ്ടത്. അതിനുശേഷം ഹെഡ്. Observe the size of the head, inspect the skull for shape and symmetry, inspect the scalp for color, pigmentation, lump and lesions. ഇതെല്ലാം ഇന്റഗ്യുമെന്ററിയിൽ വരുന്നതാണ്. ഹെയർ നമ്മൾ ഓൾറെഡി കണ്ടു, പക്ഷെ നമ്മൾ ക്വാണ്ടിറ്റി നോക്കണം. ഡിസ്ട്രിബ്യൂഷൻ, ഹെയർ ലോസ്, എന്തെങ്കിലും അലോപേഷ്യൊക്കെ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ദെൻ നെയിൽസ് ഞാൻ ഓൾറെഡി സമ്മറൈസ് ചെയ്തതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ക്ലാസ്സിൽ. അപ്പം അതുപോലെ തന്നെ എഴുതിയാൽ മതി, ഒരുപാട് ഡീറ്റെയിൽ ആവശ്യമില്ല. ദെൻ നമ്മളിപ്പോൾ പറഞ്ഞത് ഇന്റഗ്യുമെന്ററി സിസ്റ്റം ആണ്. ഇനി നമുക്ക് സെൻസറി സിസ്റ്റം. സെൻസറി എന്ന് പറഞ്ഞാൽ സെൻസ് ചെയ്യുന്ന സെൻസ് ഓർഗൻസ്, അതാണ് ഐ, ഇയർ, ഇതെല്ലാമാണ് സെൻസറി സിസ്റ്റത്തിൽ വരുന്നത്. സെൻസറി സിസ്റ്റം അസസ്മെന്റ് ഇൻക്ലൂഡ് അസസ്മെന്റ് ഓഫ് വിഷൻ, ഹിയറിംഗ്, സ്മെൽ, ടേസ്റ്റ്, ടച്ച്. ഇതാണ്. ടച്ച് ഇസ് ഐഡന്റിഫൈഡ് ബൈ പ്ലേസിംഗ് ദ ഹോട്ട് ഓർ കോൾഡ് വാട്ടർ ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ഓൺ ദ പേഷ്യന്റ് സ്കിൻ. അപ്പം ഇതെല്ലാം നമ്മൾ അസസ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഹോട്ട് കോൾഡ് വാട്ടർ കൊണ്ടുപോകണം, ഒരു ടെസ്റ്റ് ട്യൂബ് കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് ഹോട്ടും കോൾഡും വാട്ടർ എടുത്തിട്ട് പേഷ്യന്റ് ടെമ്പറേച്ചർ അസസ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അത് താഴേക്ക് ഇച്ചിരി ഡീറ്റെയിൽ ഉണ്ട്. ഇൻസ്ട്രക്ട് ദ പേഷ്യന്റ് ടു ക്ലോസ് ദ ഐ ആൻഡ് വെർബലൈസ് ദ സെൻസേഷൻ ഫെൽറ്റ്. അതായത് ഇപ്പം ടെസ്റ്റ് ട്യൂബിൽ തണുത്ത വെള്ളമാണ്, തണുത്ത വെള്ളമായിട്ട് പേഷ്യന്റിനെ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കാം മേത്ത്, അപ്പോൾ എല്ലാ കയ്യിലോ എവിടെയെങ്കിലും. അപ്പോൾ ടച്ച് ചെയ്തിട്ട് പേഷ്യനോട് ഐ ക്ലോസ് ചെയ്തിട്ട് ഇപ്പം എന്ത് ഫീലിങ്സ്, തണുപ്പാണോ ചൂടാണോ അല്ലെങ്കിൽ ആരെങ്കിലും തൊട്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കണം. അപ്പോൾ പേഷ്യന് കറക്റ്റായിട്ട് നെർവ്സ് ഫങ്ഷനിങ് ആണ്. പേഷ്യന് പറയും തണുത്ത വെള്ളമാണ് തണുത്തെന്നും ചൂടാണ് ചൂടെന്നും പറയും. അതങ്ങനെയാണ് നമ്മൾ സെൻസേഷനൊക്കെ അറിയുന്നത്. ദെൻ എക്സാമിനേഷൻ ഓഫ് ദ ഐ എങ്ങനെ എക്സാം ചെയ്യാം. എക്സാമിനേഷൻ ഓഫ് ദ ഐ ഇൻക്ലൂഡ് അസസ്മെന്റ് ഓഫ് ദ വിഷ്വൽ ഫീൽഡ്. വിഷ്വൽ ഫീൽഡ് എന്താണെന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. വിഷ്വൽ അക്യൂറ്റി, എക്സ്ട്രാ ഒക്കുലർ മൂവ്മെന്റ് ആൻഡ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദ ഐ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യണം. ആൻഡ് ഐ എക്സാമിനേഷൻ ഡൺ ഇൻ എ സിറ്റിംഗ് ഓർ ലൈയിങ് പൊസിഷൻ.
സിറ്റിംഗ് പൊസിഷനിലാണ്. ഇൻസ്പെക്ട് ദ ഐ ഫോർ മൂവ്മെന്റ്, സിമട്രി, സ്വെല്ലിംഗ്, കണ്ടീഷൻ ഓഫ് ദ പീപ്പിൾ, ഐറിഷ് ആൻഡ് സ്ക്ലീറ. Then inspect eyebrow for symmetry and even hair distribution. അതായത് ഒരുപോലെ ആയിരിക്കണം. Then note eyelashes for even distribution. ഒരുപോലെയുള്ള eyelashes-ന്റെ distributions. Ask the patient to look up for depressed both lip with your thumb, exposes sclera and conjunctiva. അതായത് പേഷ്യനോട് മുകളിലേക്ക് നോക്കാൻ വേണ്ടി നമ്മൾ കണ്ണിന്റെ താഴെ ഇങ്ങനെ നോക്കില്ലേ, HB ഉണ്ടോന്നൊക്കെ ഡോക്ടേഴ്സൊക്കെ എപ്പോഴും നിങ്ങൾ നോക്കുന്ന കണ്ടിട്ടില്ലേ, അങ്ങനെ നോക്കണം. അപ്പോൾ നമുക്ക് ഈ സ്ക്ലീറയും കൺജങ്ക്റ്റീവയും കാണാൻ സാധിക്കും. ഇങ്ങനെ വല്ല പെയിലാണോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നോക്കുന്നത്. അസസ് ദ കളർ ആൻഡ് വാസ്കുലാർ പാറ്റേൺ അഗെയിൻസ്റ്റ് ദ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്ക്ലീറ. അപ്പോൾ സ്ക്ലീറയുടെ വൈറ്റ് കളറിൽ നമുക്ക് കളറും പേഷ്യൻറ്റിന് റെഡ്നെസ് ആണോ അല്ലെങ്കിൽ പേഷ്യൻറ്റിന് വേറെ വല്ല യെല്ലോ കളറുണ്ടോ ഇതെല്ലാം അറിയാൻ സാധിക്കും. യെല്ലോ സ്ക്ലീറ ഇൻഡിക്കേറ്റ് ജോണ്ടിസ്, പെയിൽ സ്ക്ലീറ ഇൻഡിക്കേറ്റ് അനീമിയ. Examine the people for color, shape, quantity, equality, react to light and accommodation. People are normally black, round and equal. അതായത് പേഷ്യൻറ്റിൻ്റെ പീപ്പിൾ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഏറ്റവും നടുക്കുള്ള ഒരു ചെറിയ പോർഷനാണ്. അത് ബ്ലാക്ക് ആയിരിക്കണം, റൗണ്ട് ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഈക്വൽ എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണിൻ്റെ. പീപ്പിൾ അപ്പിയർ ക്ലൗഡി ഓർ ഡിസ്കളേർഡ് ഇൻ കേസ് ഓഫ് കാറ്ററാക്ട്. പേഷ്യൻ്റ് കാറ്ററാക്റ്റ് ആണ്. കാറ്ററാക്ട് ഉള്ളപ്പം അവിടെ നമുക്കിങ്ങനെ ബ്ലാക്ക് കളർ ആയിരിക്കില്ല, ഒരു ക്ലൗഡി കളറോ അല്ലെങ്കിൽ ഒരു ഡിസ്കളറേഷനോ കാണാൻ സാധിക്കും. കൺസ്ട്രക്റ്റൽ ഇറഗുലർ അപ്പിയറൻസ് ഓഫ് പീപ്പിൾ മേ റിസൾട്ട് ഫ്രം എഡീമ ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ദ ഐറിസ്. സ്നെല്ലൻ ചാർട്ട് നമ്മൾ അതിൻ്റെ പിക്ചർ കണ്ടതാണ്. യൂസ്ഡ് ടു അസസ് വിഷ്വൽ അക്യുലിറ്റി. MCQ ആണ്. സ്നെല്ലൻ ചാർട്ട് എന്തിനാണ്? സ്നെല്ലൻ ചാർട്ട് വിഷ്വൽ അക്യുറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ള പ്രൊസീജിയറാണ്. ദ പേഷ്യൻ്റ് ഈസ് അലൗഡ് ടു സിറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 20 feet. അതായത് പേഷ്യൻ്റ് ഇവിടെ ഇരിക്കുക. ഇവിടുന്ന് ഈ സ്നെല്ലൻ ചാർട്ട് വെച്ചേക്കുന്നത് 20 feet ഡിസ്റ്റൻസിലാണ്. ഇവിടെയാണ് ചാർട്ട് വെച്ചേക്കുന്നത്. ദ ഫൈൻഡിങ്സ് ആർ നോർമൽ ഇഫ് ദ പേഷ്യൻ്റ് ക്യാൻ റീഡ് ഫ്രം 20 feet. ഇവിടെ ഇരുന്നുകൊണ്ട് പേഷ്യൻറ്റിന് ഈ സ്നെല്ലൻ ചാർട്ടിലുള്ള എല്ലാ ലെറ്റേഴ്സും വായിക്കാൻ സാധിക്കുന്നെങ്കിൽ പേഷ്യൻറ്റിന് നോർമൽ വിഷൻ ആണ്. If the patient is unable to identify the letter, then the findings may be recorded as myopia or hyperopia. പേഷ്യൻറ്റിന് ഇത്രയും ദൂരം ഇരുന്ന് അല്ലെങ്കിൽ 20 feet ഇരുന്ന് എല്ലാം പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഫർദർ അസസ്മെൻ്റ് ആണ് വേണ്ടത്. എന്താണ് ഐയുടെ ഇഷ്യൂ എന്നറിയുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ഒപ്താൽമോസ്കോപ്പ് ഈസ് യൂസ്ഡ് ടു എക്സാമിൻ ദ ഇന്റേണൽ സ്ട്രക്ചർ. ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചറൊക്കെ അറിയണം, ഒപ്താൽമോസ്കോപ്പ് വേണം. നമ്മൾ ആദ്യം അതിന്റെ പിക്ചർ കണ്ടിരുന്നു. നെക്സ്റ്റ്, എക്സാമിനേഷൻ ഓഫ് ഇയേഴ്സ്. ദ ഇയേഴ്സ് ആർ എക്സാമിൻഡ് ബൈ പ്ലേസിംഗ് ദ ക്ലയന്റ് ഇൻ എ സിറ്റിംഗ് ഓർ ലൈയിങ് പൊസിഷൻ. ഇയറിനൊക്കെ സിറ്റിംഗ് ഓർ ലൈയിങ് പൊസിഷൻ ആണ്. ഇൻസ്പെക്ട് ദ ആൻഡ് പാൽപേറ്റ് എക്സ്റ്റേണൽ ഇയർ സ്ട്രക്ചർ. ഇൻസ്പെക്ട് ദ ഓറിക്കിൾ പ്ലേസ്മെന്റ്, സൈസ്, സിമിട്രി ആൻഡ് കളർ. ഓറിക്കിൾസ് ആർ നോർമലി അറ്റ് ദ സെയിം ലെവൽ. The upper point of attachment of the auricle in a straight line, whether the corner or lateral canthus of the eye. Lateral canthus എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിന്റെ ഈ സൈഡാണ്. Low set ears are a sign of congenital anomaly. Low set ears എന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻറ്റിൻ്റെ ഈ കണ്ണിൻ്റെ ഈ പാട്ടാണ് ഔട്ടർ എപ്പിക്കാന്തസ്. ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ഇയേഴ്സ് തുടങ്ങുന്നതിൻ്റെ ബിഗിനിങ് ഇവിടെ ആയിരിക്കണം. അതായത് ഈ ഐയുടെ ലാസ്റ്റ് പോർഷൻ്റെ നേരെ ആയിരിക്കണം ഇയേഴ്സിൻ്റെ ബിഗിനിങ്. അതാണ് നോർമൽ ഇയർ. അപ്പോൾ ഇയർ അതിൻ്റെ താഴേന്നാണെങ്കിൽ അതിനർത്ഥം ലോ സെറ്റ് ഇയേഴ്സ് ആണ്. അത് പേഷ്യൻ്റ് ഡൗൺ സിൻഡ്രോം ഒക്കെ ഉള്ളപ്പോഴാണ് കാണുന്നത്. The nurse assess the ears to determine the integrity of ear structure and hearing. Articles used for the ear examination are a head mirror, ear speculum, otoscope, tuning fork. എന്തൊക്കെയാണ്? ഹെഡ് മിറർ, അതായത് തലയിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തേക്കുന്ന ഒരു മിററാണ്. നന്നായിട്ട് കാണാനാണ്. ഇയർ സ്പെക്കുലം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഇൻസ്ട്രുമെന്റ് ആണ്. ദെൻ ഓട്ടോസ്കോപ്പ് ഇൻസൈഡ് ഒബ്സർവ് ചെയ്യുന്നതാണ്. ട്യൂണിംഗ് ഫോർക്ക് ഹിയറിംഗ് ചെക്ക് ചെയ്യുന്നതാണ്. എക്സാമിൻ മിഡിൽ ഇയർ സ്ട്രക്ചർ വിത്ത് ഓട്ടോസ്കോപ്പ് എന്തിനാണ്? മിഡിൽ ഇയർ സ്ട്രക്ചറിന്. ഈ സ്പെക്കുലം വിഷ്വലൈസേഷൻ ഓഫ് ദ ഇയർ. ടെസ്റ്റ് ദ ഇന്നർ ഇയർ ബൈ മെഷറിംഗ് ഹിയറിംഗ് അക്യൂറ്റി വിത്ത് ട്യൂണിംഗ് ഫോർക്ക്. അപ്പൊ ഇന്നർ ഇയറിന് എന്താണ്? ട്യൂണിംഗ് ഫോർക്ക്. മിഡിൽ ഇയറിന് ഓട്ടോസ്കോപ്പ്. ഇത് മാറിപ്പോല്ലേ? ഓട്ടോസ്കോപ്പ് മിഡിൽ ഇയറിന്.
ഇന്നർ ഇയറിന് ട്യൂണിങ് ഫോർക്ക്. ഇപ്പൊ ട്യൂണിങ് ഫോർക്ക് നമുക്ക് യൂഷ്വലി വാർഡിലൊക്കെ ഇങ്ങനെ കാണുന്നതാണ് വെറുതെ. അപ്പൊ നമ്മൾ ഓർക്കും അതാണ് മിഡിൽ ഇയർ, കാരണം ഇന്നർ ഇയർ ചൂടെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. സോ അങ്ങനെയല്ല. ഹിയറിംഗ് അക്യൂറ്റി ഈസ് ടെസ്റ്റഡ് ബൈ വെവേഴ്സ് ടെസ്റ്റ് ആൻഡ് റൈൻ ടെസ്റ്റ്. ഇത് ഒന്ന് ഓർക്കണം. ഹിയറിംഗ് അക്യൂറ്റി ഈസ് ടെസ്റ്റഡ് ബൈ വെബേഴ്സ് ടെസ്റ്റ് ആൻഡ് റൈൻസ് ടെസ്റ്റ്. ഈ രണ്ട് ടെസ്റ്റും നമ്മൾ യൂസ് ചെയ്യും. ഇൻ വെബേഴ്സ് ടെസ്റ്റ്, ഹോൾഡ് ദ ഫോർക്ക് അറ്റ് ഇറ്റ്സ് ബേസ് ആൻഡ് ടാപ്പ് ഇറ്റ് ലൈറ്റ്ലി അഗൈൻസ്റ്റ് ദ ഹീൽ ഓഫ് ദ പാം. അപ്പോൾ എന്താണ് വെബേഴ്സ് ടെസ്റ്റിൽ? ഈ ട്യൂണിംഗ് ഫോർക്ക് ജസ്റ്റ് നമ്മുടെ കയ്യിലൊന്ന് തട്ടുക. അതിനുശേഷം പ്ലേസ് ബേസ് ഓഫ് വൈബ്രേറ്റിംഗ് ഫോർക്ക്, അതായത് ബേസ് എന്ന് പറഞ്ഞാൽ ഈ പാട്ട്, അതിൻ്റെ താഴെപ്പാട്ട്, ബേസ് ഓഫ് വൈബ്രേറ്റിംഗ് ഫോർക്ക് ഓൺ ദ ടോപ്പ് ഓഫ് പേഷ്യൻ്റ് ഹെഡിൻ്റെ മുകളിൽ, ടോപ്പ് ഓഫ് പേഷ്യൻ്റ് ഹെഡ് ഓർ മിഡിൽ ഓഫ് ഫോർ ഹെഡ്, അല്ലെങ്കിൽ ഫോർ ഹെഡിൻ്റെ നടുക്ക്, എവിടെ വേണേലും വെക്കുക. ആസ്ക് ദ പേഷ്യൻ്റ് വെദർ സൗണ്ട് ഈസ് ഹേർഡ്. എന്നിട്ട് പേഷ്യനോട് സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. എവിടെയാണ് നമ്മൾ വെച്ച്? ഇവിടെ വെച്ചു. ഇവിടെ നിന്ന് സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ക്ലയന്റ് വിത്ത് നോർമൽ ഹിയറിംഗ് ക്യാൻ ഹിയർ സൗണ്ട് ഈക്വലി ഇൻ ബോത്ത് ഇയേഴ്സ്. സോ എങ്ങനെയാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്? ട്യൂണിംഗ് ഫോർക്ക് നമ്മുടെ പാം ഓഫ് ദ ഹാൻഡിൽ ജസ്റ്റ് ഒന്ന് തട്ടുക. അപ്പോൾ അതൊരു വൈബ്രേറ്റിംഗ്, ആ വൈബ്രേറ്റ് ചെയ്യുന്ന അവസ്ഥയിലുള്ള ട്യൂണിംഗ് ഫോർക്ക് പേഷ്യൻറ്റിൻ്റെ ഹെഡിൻ്റെ ടോപ്പ് ഓഫ് ദ ഹെഡോ അല്ലെങ്കിൽ മിഡിൽ ഓഫ് ദ ഫോർ ഹെഡിൽ വെക്കുക. അതിനുശേഷം പേഷ്യനോട് ചോദിക്കുക സൗണ്ട് കേൾക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ രണ്ട് ചെവിയിലും ഈക്വലായിട്ട് പേഷ്യന് സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നെങ്കിൽ പേഷ്യന് നോർമൽ ഹിയറിംഗ് ആണ്. ഇഫ് യൂണിലാറ്ററൽ സെൻസോറിയൽ ഹിയറിംഗ് ലോസ്, ദ സൗണ്ട് ഈസ് ഐഡന്റിഫൈഡ് ഓൺലി നോർമൽ മീൻസ് നോർമൽ ഇയർ. ഇപ്പൊ റൈറ്റ് ഇയർ നോർമൽ ആണ്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഇയറിൽ മാത്രമേ പേഷ്യന് സൗണ്ട് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്കറിയാൻ സാധിക്കും ലെഫ്റ്റ് ഇയറിൽ സെൻസറി ന്യൂറൽ എന്ന് പറഞ്ഞാൽ നെർവസ് സിസ്റ്റം, അതായത് ഇന്റേണൽ ഇയറിലുള്ള നെർവസിന്റെ പ്രോബ്ലം കൊണ്ട് വന്നേക്കുന്ന ഹിയറിംഗ് ലോസ് ആണ്. അത് ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണ് നമ്മൾ വെബേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് റൈൻ ടെസ്റ്റ് ഫോർ കമ്പാരിസൺ ഓഫ് എയർ ആൻഡ് ബോൺ കണ്ടക്ഷൻ. എയർ ബോൺ കണ്ടക്ഷന്റെ കമ്പാരിസൺ ആണ് റൈൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിന് നമ്മൾ വെബേഴ്സ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്തത്. Hold the vibrating tuning fork parallel to the external ear about 2 cm away from the external meatus. അതായത് വൈബ്രേറ്റ് ചെയ്യുന്ന ട്യൂണിംഗ് ഫോർക്ക് ഈ എക്സ്റ്റേണൽ മിയാറ്റിസിന് 2 cm അവേ ആയിട്ട് ഇങ്ങനെ പിടിക്കുക. പേഷ്യന്റിനോട് എന്നിട്ട് സൗണ്ട് കേൾക്കാവെന്ന് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് പ്ലേസ് ദ സ്റ്റെം ഓഫ് ദ വൈബ്രേറ്റിംഗ് ഫോർക്ക് ഓൺ ദ മാസ്റ്റേർഡ് പ്രോസസ്. Instruct the client to inform whether sound is louder by air conduction or bone conduction. അതിനുശേഷം നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നത് പേഷ്യന്റിന്റെ ഈ എക്സ്റ്റേണൽ ഇയറിന്റെ 2 cm അവേ വെച്ച് നമ്മൾ ചോദിക്കും സൗണ്ട് കേൾക്കാവോ എന്ന്. അതിനുശേഷം വൈബ്രേറ്റിംഗ് ഇവിടെ മാസ്റ്റേർഡ് പ്രോസസ്സിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കും. പ്രസ് ചെയ്ത് വെച്ചിട്ട് പേഷ്യനോട് എപ്പോഴാണ് സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നത്, അതായത് ഇങ്ങനെ ചെവിയുടെ അടുത്ത് വെച്ച് വൈബ്രേറ്റ് ചെയ്തപ്പോഴാണോ അതോ മാസ്റ്റേർഡ് പ്രോസസ്സിൽ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ബേസ് വെച്ചപ്പോഴാണോ എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ ഈ ഫ്രണ്ടിൽ, അതായത് താഴത്തെ പിക്ചർ കാണുന്ന എയർ കണ്ടക്ഷനും മുകളിൽ മാസ്റ്റേർഡ് പ്രോസസ്സ് കാണുന്നത് ബോൺ കണ്ടക്ഷനും ആണ്. നോർമലി സൗണ്ട് ക്യാൻ ബി ഹേർഡ് ലൗഡർ ത്രൂ എയർ. അതായത് നമ്മൾ എയർ കണ്ടക്ഷനാണ് പേഷ്യന്റിന് ലൗഡർ ആയിട്ട് തോന്നുന്നത്, അതായത് വൈബ്രേറ്റ് ചെയ്ത് ചെവിയുടെ അടുത്ത് പിടിച്ചത് ലൗഡറായിട്ട് തോന്നണം ദാൻ ബോൺ കണ്ടക്ഷൻ. അതായത് ബോൺ മാസ്റ്റേർഡ് പ്രോസസ്സിൽ ട്യൂണിംഗ് ഫോർക്കിന്റെ ബേസ് വെച്ചപ്പോഴേ. ഇൻ കണ്ടക്ഷൻ ഡെഫ്നെസ്, സൗണ്ട് ത്രൂ ബോൺ കണ്ടക്ഷൻ ക്യാൻ ബി ഹെഡ് ലോങ്ങർ ദാൻ ത്രൂ എയർ കണ്ടക്ഷൻ. അതായത് കണ്ടക്ഷൻ ഡെഫ്നെസ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഇയറിലെ ഈ ബോൺസിൽ കൂടെയുള്ള കണ്ടക്ഷൻ വരുന്ന ഡെഫ്നെസ് ആണെങ്കിൽ അപ്പോൾ ഈ ബോണിന്റെ അവിടത്തെ സൗണ്ട് വളരെ ലോങ്ങർ ആയിരിക്കും എയർ കണ്ടക്ഷനേക്കാളും. ഇനി സെൻസറി ന്യൂറൽ ഡെഫ്നെസ്, അതാണ് ഇന്റേണൽ ഇയർ ഡെഫ്നെസ്സിലാണെങ്കിൽ സൗണ്ട് ലോ ആയിരിക്കും ആൻഡ് ഹെഡ് ലോങ്ങർ ദാൻ ത്രൂ ദ എയർ കണ്ടക്ഷൻ. അപ്പോൾ ഇന്റേണൽ ഇയറിനാണെങ്കിൽ വളരെ ലോ ആയിരിക്കും, അതോടൊപ്പം തന്നെ എയർ കണ്ടക്ഷൻ ആയിരിക്കും ലോങ്ങർ ആയിട്ട് തോന്നുന്നത്. ഇഫ് എ ക്ലയന്റ് ഹാസ് എ കണ്ടക്ഷൻ ഡെഫിസിറ്റ്, റെഫർ ടു ഓഡിയോമെട്രി. ഇപ്പൊ ഇത്രയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഫർദർ അസസ്മെന്റ് ആണ്. ഓഡിയോമെട്രി ചെയ്യും, പിന്നെ അതിന്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. എന്താണെന്നുള്ളത്
നമുക്കൊന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് വെച്ചിട്ട് ഒരു ഫസ്റ്റ് എക്സാമിനേഷനാണ്. പലപ്പോഴും ട്യൂണിംഗ് ഫോർക്ക് നമുക്ക് ശരിക്കും യൂസ് ചെയ്യാൻ അറിയത്തില്ല, പേഷ്യൻ്റ് കേൾക്കണം എന്നില്ല, പൊസിഷൻ മാറിയാണ് വെച്ചതെങ്കിൽ കേൾക്കണം എന്നില്ല. അപ്പോൾ എത്ര എക്സ്പേർട്ട് ആൾക്കാരൊക്കെ പിന്നെ നോക്കും. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫർദർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എക്സാമിനേഷൻ ഓഫ് നോസ്, മൗത്ത് ആൻഡ് ത്രോട്ട്. എങ്ങനെയാണ് എക്സാം ചെയ്യുന്നത്? നേസൽ സ്പെക്കുലം പെൻലൈറ്റ് ഫെസിലിറ്റേറ്റ് എക്സാമിനേഷൻ ഓഫ് ദ നേസൽ ക്യാവിറ്റി. Assessment of the nose through inspection and palpation of the external nose, nasal septum and patency of the nasal cavity. If the client has an abnormality in smell, test the olfactory sense of the client by asking identify common odors such as coffee or mint. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് വേണ്ടത്? ഈ ഇയർ നോസൊക്കെ ചെയ്യുമ്പോൾ പേഷ്യൻ്റ് സ്മെല്ലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. കോഫി പൗഡറോ അല്ലെങ്കിൽ മിൻറ്റിൻ്റെ എന്തെങ്കിലും ലീഫോ എന്തെങ്കിലും കൊണ്ടുപോകണം. അതിനുശേഷം പേഷ്യനോട് ചോദിക്കണം സ്മെല്ല് എന്തിൻ്റെയാണ്. അപ്പോൾ ഈ കോഫി പൗഡറൊക്കെ നമ്മൾ പൊടിയായിട്ട് കൊണ്ടുപോകല്ലോ, ചിലർക്ക് അത് ആസ്പിരേറ്റ് ചെയ്താൽ ചിലപ്പോൾ ആസ്മയൊക്കെ വരുന്നതാണ്. അപ്പോൾ അലർജി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുള്ളൂ. പാൽപേറ്റ് ദ പാരാനേസൽ സൈനസ് ബൈ യൂസിങ് പെൻലൈറ്റ് to assess the presence of tenderness. Inspect oral mucosa for discoloration or ulceration. Inspect the color of gingiva and look for atrophy or hypertrophy. അതായത് ജിഞ്ചൈവ, അതായത് മൗത്ത് കംപ്ലീറ്റ് ഒബ്സർവ് ചെയ്യണം. ഇൻസ്പെക്ട് ദ നമ്പർ ആൻഡ് അലൈൻമെന്റ് ഓഫ് ടീത്ത്. ടീത്തിന്റെ കളറ്, എന്തെങ്കിലും ഡെന്റൽ കാരീസ് ഉണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്യണം. ഇൻസ്പെക്ട് ദ ടങ് ഫോർ എന്തെങ്കിലും പ്രൊട്രൂഡഡ് ടങ് ആണോ. പ്രൊട്രൂഡഡ് ടങ് ഇതിലാണ് ഹൈപ്പോ തൈറോയിഡിസത്തിലാണ് പ്രൊട്രൂഡഡ് ടങ് വരുന്നത്. ഡ്രൈ ആണെങ്കിൽ ഡീഹൈഡ്രേഷനിലാണ്. ഇതിന് കളറ് ബ്ലൂ ആണെങ്കിൽ ഓക്സിജൻ കുറവാണ്. അപ്പോൾ ടങ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ്. ഇൻസ്ട്രക്ട് ദ ക്ലയന്റ് to open the mouth and touch the tip of the tongue to the roof of the mouth to inspect the distal aspect or the floor of the mouth and note the texture and color. ഇത് എന്തിനാണ്? ടങ്ങിന്റെ അടിഭാഗത്ത് അണ്ടർനെത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? പേഷ്യൻ്റ് ഈ ടങ് കൊണ്ട് മോൾ ഭാഗത്ത് മൗത്തിൽ ടച്ച് ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് ടങ്ങിന്റെ അണ്ടറിൽ എന്തെങ്കിലും ടങ് ടൈ ഉണ്ടോ, എന്തെങ്കിലും റെഡ്നെസ് ഉണ്ടോ, സോറുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം പാൽപേറ്റ് ദ എൻ്റെ സബ്ലിംഗ്വൽ ആൻഡ് mandibular area by manual palpation. Inspect nodule. അതായത് കഴുത്ത് ഈ താഴെ ഭാഗത്ത് മീൻസ് ഈ താടിയെല്ലിൻ്റെ താഴെയായിട്ട് പാൽപേറ്റ് ചെയ്ത് നോക്കുക. അവിടെയൊക്കെയാണ് ഈ മാൻഡിബുലാർ സബ് മാൻഡിബുലാർ നോട്ട്സ് ഒക്കെ കാണുന്നത്. ഫോർ എക്സാമിനേഷൻ ഓഫ് ദ ത്രോട്ട്, ടങ് ഡിപ്രസർ ആൻഡ് പെൻലൈറ്റ് യൂസ്ഡ്. ടങ് ഡിപ്രസർ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് അകത്തേക്ക് നോക്കുന്നത്. ഇൻസ്പെക്ട് ദ ഹാർട്ട് പാലറ്റ് ആൻഡ് വിവുല ഫോർ അൾസറേഷൻ ആൻഡ് എക്സ്യുഡേറ്റ് ബൈ എ പെൻലൈറ്റ്. Inspect the tonsils by using a tongue depressor. Tonsils are usually oval, pink, smooth and symmetric. ടോൺസിൽസ് എന്ന് പറഞ്ഞാൽ വായുടെ അകത്ത് ഭാഗത്ത് രണ്ട് സൈഡിൽ കാണുന്ന ഒരു ചെറിയ ഒരു പാട്ടാണ്, ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ബോൾ പോലത്തെ പാട്ടാണ്. അതാണ് ഈ ടോൺസിൽസ്. അത് ഓവലായിരിക്കും, പിങ്ക് ആയിരിക്കും. അത് ടോൺസിലൈറ്റിസ് വരുമ്പോൾ അത് ഭയങ്കര പെയിനും റെഡ് കളറും ഒക്കെയാണ്. പലർക്കും ടോൺസിലൈറ്റിസ് ഒക്കെ തണുപ്പൊക്കെ അടിക്കുമ്പോൾ ഉള്ളതാണ്. ദെൻ എക്സാമിനേഷൻ ഓഫ് ദ നെക്ക്. ഇൻസ്പെക്ട് ദ നെക്ക് ഫോർ സിമെട്രി, സ്വെല്ലിംഗ്, മാസസ്. ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ച് നമ്മൾ ഒബ്സർവ് ചെയ്ത് നോക്കും. നോർമലി ദെയർ ആർ നോ മാസസ് ആൻഡ് സ്വെല്ലിംഗ്. എക്സാമിൻ ദ നെക്ക് ബൈ ലിംഫ് നോഡ്, ദെൻ മസിൽസ്, ട്രക്കിയ എല്ലാം ഒബ്സർവ് ചെയ്യണം. ഇപ്പം നമ്മൾ സെൻസറി കഴിഞ്ഞു, ഇൻറ്റഗ്യുമെന്ററി സിസ്റ്റം കഴിഞ്ഞു. ഇനി കാർഡിയോ വാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി. ഇപ്പം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഏതാണ്? ഈ ഇൻറ്റഗ്യുമെന്ററിയും സെൻസറിയാണ്. അതിൻ്റെ ഒപ്പം നമുക്ക് റിഫ്ലെക്സും കൂടെ ഇച്ചിരി നോക്കാനുണ്ട്, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാർഡിയോവാസ്കുലറും ഈ റെസ്പിറേറ്ററിയൊന്നും അത്രയും ബുദ്ധിമുട്ടില്ല. ലങ് സൗണ്ട് ഒക്കെ ഒന്ന് നോക്കുക എന്നുള്ളതാണ്. എക്സാമിനേഷൻ ഓഫ് ദ thorax ആൻഡ് ലങ്സ്. Palpation and auscultation are used in the assessment of the cardiovascular system, which include blood pressure, peripheral pulse, heart sound and circulatory perfusions. കാർഡിയോവാസ്കുലർ സിസ്റ്റം എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്? പേഷ്യൻ്റെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യും, പൾസ്, ഹാർട്ട് സൗണ്ട്. പിന്നെ പെർഫ്യൂഷൻ നോക്കുന്നത് നമ്മൾ ഈ പേഷ്യൻ്റെ സ്റ്റേണത്തേൽ 3 സെക്കൻഡ് ഇങ്ങനെ ഫിംഗറും കൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് റിലീസ് ചെയ്യുമ്പോൾ വിതിൻ 3 സെക്കൻഡിൽ അത് വീണ്ടും പഴയ പോലെ റെഡ് കളർ വരണം. അപ്പം നമ്മൾ ഫിംഗർ എടുക്കുമ്പോഴേ അവിടെ ഒരു വൈറ്റ് കളർ ആയിരിക്കും. നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചാൽ അതിൻ്റെ ചുറ്റുമുള്ള ബ്ലഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തു. അതുകൊണ്ടാണ്. അസസ് ഫോർ നോർമൽ ആൻഡ് അബ്നോർമൽ ഹാർട്ട് സൗണ്ട് ബൈ ഓസ്കൾട്ടേഷൻ. Assess the size and shape of the chest, air entry, normal and abnormal lung sound, oxygenation. ഇപ്പോൾ സ്റ്റെതസ്കോപ്പ് വെച്ച് നമ്മൾ ചെസ്റ്റിൻ്റെ 2 സൈഡിൽ നോക്കുക, എയർ എൻട്രി ഈക്വൽ ആണോ എന്ന് നോക്കണം. പിന്നെ ലങ് സൗണ്ട് എല്ലാം
അസസ് ചെയ്യണം. ദ ചെസ്റ്റ് ഓഫ് ദ ക്ലൈന്റ് മേ ബി പെർക്സ്ഡ് ടു ഐഡന്റിഫൈ ദ പ്രസൻസ് ഓഫ് ഫ്ലൂയിഡ്. ചെസ്റ്റിൽ ഇങ്ങനെ തട്ടി നോക്കും, ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ സൗണ്ട് ടിംഫാനി സൗണ്ട് ആയിരിക്കും. Listen to the lung sound by using stethoscope. Breasts are examined for lump or growth. Axilla is palpated for enlarged lymph node. ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ടതാണ് തോറാക്സ് ആൻഡ് ലങ്സിൽ. കാർഡിയാക് എളുപ്പം ഞാൻ പറഞ്ഞില്ല, അത് ലങ് സൗണ്ട് നോക്കുക, സിമട്രി ആണോ നോക്കുക. അതിനുശേഷം എന്തെങ്കിലും ഹാർട്ട് സൗണ്ടിലോ അല്ലെങ്കിൽ BP പൾസിലൊക്കെ വ്യത്യാസം ഉണ്ടോ നോക്കുക. ഇതൊക്കെ ചെയ്യാനുള്ളൂ. GI സിസ്റ്റത്തിനകത്ത് ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, ഓസ്കൾട്ടേഷൻ ആണായിട്ട് വരുന്നത്. പെർക്കഷനും വരും. എക്സാമിനേഷൻ ഓഫ് ദ അബ്ഡോമൻ നോക്കുന്നത് തന്നെ ടെൻഡർ ആണോ അല്ലെങ്കിൽ സൈസ് വ്യത്യാസങ്ങളുണ്ടോ എന്തെങ്കിലും മാസസ് ഉണ്ടോ എന്നുള്ളതാണ്. പ്ലേസ് ദ ക്ലയന്റ് ഓൺ എ ഡോർസൽ റെക്കമെൻഡ് പൊസിഷൻ വിത്ത് നീ സ്ലൈറ്റ്ലി ഫ്ലെക്സ്ഡ് ഫോർ എക്സാമിൻ ദ അബ്ഡോമൻ. സോ അബ്ഡോമിന് ഡോർസൽ റെക്കമെൻഡ് പൊസിഷനകത്ത് നീ സ്ലൈറ്റ്ലി ഫ്ലെക്സ്ഡ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മടക്കി വെക്കണം. എന്നാലാണ് അബ്ഡോമൻ നന്നായിട്ട് റിലാക്സ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ദിസ് പൊസിഷൻ പ്രൊമോട്ട് ദ റിലാക്സേഷൻ ഓഫ് ദ അബ്ഡോമിനൽ മസിൽസ്. അബ്ഡോമിൻ ഈസ് ഇൻസ്പെക്ടഡ്, പാൽപേറ്റഡ്, ഓസ്കൾട്ടേറ്റഡ്, അഡ്വർക്കസ്ഡ് ഫോർ ദ പ്രസൻസ് ഓഫ് അബ്നോർമാലിറ്റി. Auscultation of the abdomen should be performed or bowel and vascular sound. Auscultation of the abdomen is done to perform അല്ലെങ്കിൽ hear the bowel sound. Abdominal auscultation should be performed before percussion and palpation. അപ്പോൾ അതെന്നു വെച്ചാൽ അബ്ഡോമൻ്റെ അകത്ത് ഇൻഡസ്റ്റൈനിങ് ഉണ്ട്. 6 മീറ്ററോളം സ്മോൾ ഇൻഡസ്റ്റൈനും 1.5 മീറ്ററോളം ലാർജ് ഇൻഡസ്റ്റൈനും ഉണ്ട്. അതിനൊരു ഫിക്സഡ് പൊസിഷൻ ഒന്നുമില്ല. അപ്പം നമ്മൾ എന്നാ ചെയ്യുന്നത്, ഈ ഇൻസ്പെക്ട് ചെയ്യുന്ന നോ പ്രോബ്ലം. പാൽപേഷനും പെർക്കഷനും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൂവ് ചെയ്യും. ചിലപ്പോൾ ബൗൾ സൗണ്ട് സ്ലഗ്ഗിഷ് ആവും, ചിലപ്പോൾ ഫാസ്റ്റ് ആവും. ഇങ്ങനെ പല കാര്യങ്ങളും വരും. ഹാർട്ട് പോലെയല്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഓസ്കൾട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പേഷ്യൻറ്റിന് നോർമലായിട്ടുള്ള ബൗൾ സൗണ്ട് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം പെർക്കസ് ചെയ്യുക, പാൽപേറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യാവുന്നതാണ്. ബിക്കോസ് ഇൻ ഇൻഡസ്റ്റൈനൽ ആക്ടിവിറ്റി ആൻഡ് ബൗവൽ സൗണ്ട് മേ ബി ഓൾട്ടേർഡ് ബൈ പെർക്കഷൻ ആൻഡ് പാൽപേഷൻ. ഇതൊരു റീസണിങ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഓസ്കൾട്ടേഷൻ ചെയ്യേണ്ടത് ബിഫോർ ഇൻസ്പെക്ഷൻ ആൻഡ് പെർക്കഷൻ. അപ്പൊ നമ്മൾ പറയണം, അങ്ങനെ വരുമ്പോൾ ഇൻഡസ്റ്റൈൻ്റെ സൗണ്ട് മേ ബി ഓൾട്ടേർഡ്. ദാറ്റ്സ് വൈ. എക്സാമിനേഷൻ ഓഫ് ദ റെക്ടം, അതും GI സിസ്റ്റത്തിലുള്ളതാണ്. പ്ലേസ് ദ ക്ലയന്റ് ഓൺ എ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ ഫോർ എക്സാമിൻ ദ റെക്ടം. റെക്ടം എക്സാമിൻ ചെയ്യാൻ ഏത് പൊസിഷനാണെന്ന് MCQ വന്നാ കേട്ടോ. ലെഫ്റ്റ് ലാറ്ററൽ, അത് അനാട്ടമിക്കൽ പൊസിഷനാണ്. ഇനീഷ്യലി ദി ആനസ് ഈസ് ഒബ്സർവ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഫിഷർ ഹെമറോയിഡ്. ഫോർ എക്സാമിൻ ദ റെക്ടം ആർട്ടിക്കിൾ ലൈക്ക് പ്രോട്ടോസ്കോപ്പ്, ഗ്ലൗസ്, വാസലിൻ ആൻഡ് ഗുഡ് ലൈറ്റ് സോഴ്സ് ഈസ് അവൈലബിൾ. ഇപ്പോൾ റെക്ടം എക്സാം ചെയ്യണം, പ്രോട്ടോസ്കോപ്പ് വേണം ടു വിഷ്വലൈസേഷൻ ഓഫ് ദ റെക്ടം. പിന്നെ ഗ്ലൗസ്, വാസലൈൻ ഒക്കെ വേണം. ദ റെക്ടം ഇസ് പാൽപേറ്റഡ് ഫോർ ദ പ്രസൻസ് ഓഫ് എനി മാസസ്. ഇതാണ് GI സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യണം. ജനറൽ അസസ്മെന്റ് നമ്മൾ എന്നാണ് ചെയ്തത്, നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുമായിരുന്നു ചെയ്തത്. ഇത് സിസ്റ്റം ബേസ്ഡ് അസസ്മെന്റിൽ ഓരോ പ്രൊസീജിയറുകളും നമ്മൾ ചെയ്യണം. ഇതിനാണ് ടൈം എടുക്കുന്നത്. മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം, അത് കൈ, കാല്, ബോൺ, ഇതാണ്. ഒബ്സർവ് ദ ജനറൽ അപ്പിയറൻസ്, ബോഡി സിമെട്രി, ഗെയ്റ്റ് ആൻഡ് പോസ്റ്റർ, ഇതെല്ലാം കോർഡിനേഷൻ, ഇതെല്ലാം ചെക്ക് ചെയ്യണം. എക്സാമിനേഷൻ ഓഫ് ദ എക്സ്ട്രീമിറ്റീസ്. അസസ് ദ എക്സ്ട്രീമിറ്റി ഫോർ മസിൽ സ്ട്രെങ്ത്, ടോൺ, സൈസ് ആൻഡ് ട്രെമേഴ്സ്. മസിൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ കൈ കാലൊക്കെ നന്നായിട്ട് പൊക്കാൻ പറ്റുക. പിന്നെ ടോണ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടോണ്, ഹൈപ്പോ, ഐസോ ടോണ്. ഹൈപ്പർ ടോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻ്റെ കൈ ഇങ്ങനെ ഒരു ബെഡയിൽ ഇരിക്കുകയാണ്, നമ്മളൊന്ന് പൊക്കാൻ നോക്കിയാൽ ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കും. നോർമൽ എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ പൊക്കാം, താക്കാം, പേഷ്യന്റ് കൺട്രോൾ ചെയ്യാം. ഇതാണ് നോർമൽ ടോൺ. സൈസ്, എന്തെങ്കിലും എഡിമയുണ്ടോ എന്നൊക്കെയാണ്. ട്രെമേഴ്സ്, കൈയൊക്കെ വിറയ്ക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ട്രെമേഴ്സ്. ജോയിൻസ് ആർ അസസ്ഡ് ഫോർ ടെൻഡർനെസ്, സ്വെല്ലിങ്, തിക്കനിങ്, പ്രസൻസ് ഓഫ് നോഡ്യൂൾ, റേഞ്ച് ഓഫ് മോഷൻ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ബോഡി പോസ്റ്റർ ഈസ് അസസ്ഡ് ഇൻ എ സിറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിങ് പൊസിഷൻ. ദെൻ എക്സാമിനേഷൻ ഓഫ് ദ സ്പൈൻ എക്സാം ചെയ്ത ബാക്ക്. അസസ് സ്പൈൻ ഫോർ എനി അബ്നോർമാലിറ്റീസ്. ഇപ്പം നമ്മളീ പഠിക്കുന്നത് അഡൽറ്റിൻ്റെ മാത്രം ഒരിടത്തും പറയുന്നില്ല. അഡൽറ്റ്, ബേബി ഒക്കെ ആകാം. ഒരു പേഷ്യൻറ്റിൻ്റെ എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത് കേട്ടോ. സ്പൈന ബൈഫിഡ. തമ്പ് ഇസ് മൂവ്ഡ് ഓവർ ദ സ്പൈൻ ഇൻ ന്യൂ ബോൺ ടു ഡിറ്റക്ട് ദ സ്പൈനൽ കോഡ്. അതായത് ഇതാണ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമുക്കൊരു പ്രൊജക്ഷൻ പോലെ തോന്നും. അതാണ് സ്പൈന ബൈഫിഡ. അതായത് ഈ ബേബിയുടെ അതായത് സ്പൈനക്കോഡിന്റെ ഭാഗം കുറച്ച് പുറത്തേക്ക് വന്നേക്കാണ്. സ്പൈനക്കോഡ് തന്നെ വരണമെന്നില്ല, ന്യൂറൽ കനാലാകാം, പുറത്തേക്ക് വന്നിരിക്കുന്നതാണ് വെർട്ടിബ്രൽ കനാല്. ഇതാണ് സ്പൈന ബൈഫിഡ. അത് പല ടൈപ്പ് ഉണ്ട്. അത് പീഡിയാട്രിക്കിലാണ് പഠിക്കേണ്ടത്.
അസസ് ഫോർ കൈഫോസിസ്, ലോഡോസിസ് ആൻഡ് സ്കോളിയോസിസ്. പോസ്റ്റർ ജെനിറ്റോ യൂറിനറി സിസ്റ്റം. ജെനിറ്റോ യൂറിനറി അസസ്മെന്റിൽ എന്താണ് ചെയ്യേണ്ടത്? എക്സാമിനേഷൻ ഓഫ് ദ ജെനിറ്റാലിയ. ദ ക്ലയന്റ് ഇസ് പ്ലേസ്ഡ് ഇൻ എ ലിത്തോട്ടമി ഓർ ഡോർസൽ ഡെക്കുമെന്റ് പൊസിഷൻ. അപ്പോൾ റെക്ടം എക്സാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയായിരുന്നു കിടത്തിയത്? പേഷ്യന്റിനെ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിലാണ് കിടത്തിയത്. അപ്പോൾ ഇത് എക്സാമിനേഷൻ ഓഫ് ദി ജെനിറ്റാലിയ, ലിത്തോട്ടമി പൊസിഷൻ കിടത്താം, അല്ലെ ഡോർസൽ റെക്കമെൻഡ് പൊസിഷനിൽ കിടത്താം. എന്തിനാണ്? ഫീമെയിൽ പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി. ഇൻസ്ട്രക്ട് ദ ക്ലയന്റ് ടു എംറ്റി ദ ബ്ലാഡർ ബിഫോർ എക്സാമിനേഷൻ. എല്ലാ എക്സാമിനേഷനും തന്നെ ഇന്റേണൽ ഓർഗന്റെ ഒക്കെ ബ്ലാഡർ എംറ്റി ചെയ്യുന്നതല്ലാണ്, അല്ലെങ്കിൽ ഫോൾസ് റിസൾട്ട് കിട്ടും. Abnormalities of the vulva, vagina, cervix are assessed. The inguinal region is palpated for lymph node. Assess the perineal area for the catroskin abnormal masses discharge. In the case of male client, genitalia may be examined with the client standing or supine. Assess genitalia for ulcer, scar, inflammation and undescended testes. Palpate each testis and epididymis for size, shape, consistency and tenderness. ാണ് ന്യൂറോളജിക്കൽ സിസ്റ്റം അസസ്മെന്റ്. ന്യൂറോളജിക്കൽ സിസ്റ്റം അസസ്മെന്റിലാണ് ഈ റിഫ്ലക്സ്. ഈ ഒരു പ്രൊസീജിയറിലാണ് സ്റ്റുഡൻസിനെല്ലാം എക്സാമിന് മാർക്ക് പോകുന്നത്. ന്യൂറോളജിക്കൽ സിസ്റ്റം അസസ്മെന്റ് ഇൻക്ലൂഡ് അസസ്മെന്റ് ഓഫ് മെന്റൽ സ്റ്റാറ്റസ്, ക്രേനിയൽ നെർവ്സ്, റിഫ്ലക്സസ്, മോട്ടോർ ഫങ്ഷൻ, സെൻസറി ഫങ്ഷൻ കുറെ നോക്കാനുണ്ട്. മെന്റൽ സ്റ്റാറ്റസ് നോക്കണം. ക്രേനിയൽ നെർവ്സ് നമ്മൾ പറഞ്ഞതാണ്, നന്നായിട്ട് പഠിച്ചതാണ്. ദെൻ റിഫ്ലക്സ്, മോട്ടോർ ഫങ്ഷൻ, ഇതെല്ലാം നോക്കണം. എ സർട്ടൻ പാർട്ട് ഓഫ് ദ ന്യൂറോളജിക്കൽ അസസ്മെന്റ് ഈസ് ഡൺ ഡ്യൂറിംഗ് ഹെൽത്ത് എക്സാമിനേഷൻ. എക്സാമ്പിൾ, മെന്റൽ സ്റ്റാറ്റസ് ഈസ് അസസ്ഡ് ഡ്യൂറിംഗ് ഹിസ്റ്ററി കളക്ഷൻ. അങ്ങനെ ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഹെൽത്ത് അസസ്മെന്റ്. എന്ത് ഹെൽത്ത് അസസ്മെന്റ് ആണ് മെയിൻ ആയിട്ട് നമ്മളോട് നോക്കാൻ പോകുന്നത്? പേഷ്യന്റിന് ന്യൂറോളജിക്കലാണ്. ന്യൂറോളജിക്കൽ എക്സാമിനേഷന് ഫസ്റ്റ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആണ്. ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അസസ് ചെയ്യുന്നത് നമ്മൾ ഗ്ലാസോഗോമ സ്കെയിലാണ്, GCS സ്കെയിൽ വെച്ചിട്ടാണ് അസസ് ചെയ്യുന്നത്. അപ്പൊ GCS സ്കെയിൽ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പഠിക്കണം. A fully alert client respond to question, motor response and verbal response. അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും മോട്ടോർ റെസ്പോൺസിനും വെർബൽ റെസ്പോൺസും ഒക്കെ കാണും. ഒരു ഫുള്ളി അലേർട്ട്, അതായത് വലിയ കുഴപ്പമില്ലാത്ത പേഷ്യന്റ്, അങ്ങനെയാണ്. ഇനി പേഷ്യന്റ് എന്തേലും മീൻസ് ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ GCS സ്കെയിലിൽ വ്യത്യാസം വരും. അപ്പൊ GCS സ്കെയിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമുണ്ട്, എല്ലാ എൻട്രൻസ് ടെസ്റ്റിനും ചോദിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഐ ഓപ്പണിംഗ്, വെർബൽ റെസ്പോൺസ്, മോട്ടോർ റെസ്പോൺസ്, ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ സ്കോർ ചെയ്യണം, ഇത്ര മാത്രം മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സ്കോറിംഗ് സിസ്റ്റമാണ്. ഇപ്പൊ ഐ ഓപ്പണിംഗ്, സ്പോണ്ടേനിയസ് ഐ ഓപ്പണിംഗ് ആണ്. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ പോലെ ഓപ്പൺ ആക്കുന്നു, ക്ലോസ് ചെയ്യുന്നു, ഇങ്ങനെ ഓപ്പണിംഗ് ക്ലോസ്, ഇങ്ങനെ ഇൻവോളണ്ടറി. അതങ്ങനെ പോകുന്നത് നമ്മൾ ഒരു പേഷ്യൻ്റ് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, കണ്ണടയ്ക്കുന്നുണ്ട്, തുറക്കുന്നുണ്ട്, ഉടനെ നാലിടുക. അതിനുശേഷം നമ്മൾ പേഷ്യൻ്റ് അങ്ങനെയൊന്നുമില്ല, കണ്ണടച്ച് തന്നെയാണ് കിടക്കുന്നത്, നമ്മൾ പേഷ്യൻ്റെ പേര് വിളിച്ചപ്പോൾ തുറന്നു, ഓപ്പൺ ആക്കി. അപ്പം നമ്മൾ എന്ത് ഇടണം? 3 ഇടണം. അല്ലെങ്കിൽ നമ്മൾ പ്രഷർ ചെയ്തു, അല്ലെങ്കിൽ പേഷ്യനെ ഒന്ന് ടച്ച് ചെയ്യുവോ, ഒന്ന് എന്തെങ്കിലും ചെയ്യുമ്പോൾ പേഷ്യന് കണ്ണ് തുറന്നു, അപ്പോൾ നമുക്ക് പേഷ്യന് ഫീലിങ്സ് വന്നുകൊണ്ടാണ്. അതാണ് 2 ഇടുക. നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടും പേഷ്യന് യാതൊരു അനക്കവും ഇല്ലെങ്കിൽ നമ്മൾ 1 ഇടുക. അപ്പം നമ്മളിപ്പോൾ 1 ഇട്ട് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ സ്പോണ്ടേനിയസിന്റെ 4 വേണം ഇട്ട് നോക്കാം. ഓക്കെ. ഇനി വെർബൽ റെസ്പോൺസ്. വെർബൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഓറിയന്റഡ് ആണ്, സാധാരണ പോലെ ഒരു പ്രശ്നമില്ല. അങ്ങനെയാണ് 5 വരും. ഇനി കൺഫ്യൂസ്ഡ് ആണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അതറിയത്തില്ല, പേര് ചോദിച്ചാൽ അറിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. ദെൻ വേർഡ്സ്, ചില വേർഡ്സുകൾ മാത്രം പറയും, ചില കാര്യങ്ങൾ മാത്രം പറയും, അതായത് ഒന്നോ സെയിം കാര്യങ്ങൾ പറയും. സൗണ്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് സൗണ്ട് മാത്രം, അതൊക്കെ സിക്ക് പേഷ്യൻ്റാണ്. ചിലത് ഒന്നുമില്ല, അനക്കവേ ഇല്ല, അതാണ് 1. അതായത് കോമ സ്റ്റേജ് ആണ്. അതിനുശേഷം മോട്ടോർ റെസ്പോൺസ്, മോട്ടോർ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ അർത്ഥം. അപ്പോൾ ഒബേ കമാൻഡ്സ്, പേഷ്യൻ്റ് കൈ നോക്കിക്കേ, അപ്പോൾ പേഷ്യൻ്റ് കൈ പൊക്കി, സോ അത് പേഷ്യൻ്റ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ 6 ഇടും. അതിനുശേഷം ലോക്കലൈസിങ്, അതായത് നമ്മൾ എവിടെയെങ്കിലും തൊട്ട് ആ കൈയുടെ ഒരു ഭാഗം നമ്മൾ പിടിച്ച് അങ്ങനെ ഇതാ മാത്രമൊക്കെ അനങ്ങുന്നതാണെങ്കിൽ 5. നോർമൽ ഫ്ലെക്ഷൻ. നോർമൽ ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിനെ ഫ്ലെക്സ് ചെയ്യുമ്പോൾ പേഷ്യൻ്റ് സാധാരണ പോലെ ഫ്ലെക്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതായത് നമ്മൾ ഫ്ലെക്സ് ചെയ്യും പേഷ്യൻ്റെ കൈയൊക്കെ പിടിച്ച്. അബ്നോർമൽ ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടോണിൻ്റെ ആയിരിക്കും, ഹൈപ്പർ ടോൺ ഇങ്ങനെയൊക്കെ വന്നാൽ ഒന്നുമില്ല. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഇങ്ങനെ കൈ നേരെ വെച്ചും കിടക്കണം, എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണ്, അത് എങ്ങനെയാണ്, ഒരു ടോണേ ഇല്ല, അതാണ് എക്സ്റ്റൻഷൻ. അപ്പം നമ്മൾ എത്ര ഇടും? പേഷ്യൻ്റ് 2 ഇടുക.
ഇവിടെ നമുക്കൊരു 6 ഇട്ടു. എന്നിട്ട് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 2 4 കിട്ടി ഇവിടെ അല്ലേ. 4 എന്ന് പറയുന്നത് സിവിയർ ആണ്. അതുകൊണ്ടോ 3 to 8 എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് വളരെ സിക്കാണ്. സിക്ക് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് കോമയാണ്, അതായത് ഒരു മൂവ്മെൻറ്റും ഇല്ല, അതാണ് അർത്ഥം. അടുത്തത് നമുക്ക് കിട്ടുന്ന ഏതാണ്? 15 ഇതല്ലേ. 50 എന്ന് പറഞ്ഞാൽ എന്നാ മൈൽഡാണ്. ഇറ്റ്സ് ഓക്കെ, വലിയ കുഴപ്പമില്ല. 13 to 50 മൈൽഡാണ്. നമ്മൾ എബോ 13 to 50 അല്ലെ 12-നൊന്നും മാനേജ്മെന്റ് ആവശ്യമില്ല. അത് ഏതൊരു പേഷ്യൻറ്റും കുറച്ചൊക്കെ സിക്കായിരിക്കുമ്പോൾ അങ്ങനെയാണ്. ഇതാണ് GCS സ്കെയിൽ. ഇതിപ്പോൾ തന്നെ നിങ്ങൾ പഠിക്കണം, നിങ്ങൾക്ക് ഇനി ഇതൊക്കെ ഒരുപാട് ആവശ്യമുണ്ട്. ഇനി ദ അസസ്മെന്റ് ഓഫ് ടോട്ടൽ 15 പോയിന്റ് ഇൻഡിക്കേറ്റ് ദ ക്ലയന്റ് ഈസ് ഫുള്ളി അലേർട്ട് ആൻഡ് കംപ്ലീറ്റ്ലി ഓറിയന്റഡ്. എ കൊമാറ്റോസ് പേഷ്യൻ്റ് സ്കോർ 8 or less. കോമ എന്ന് പറഞ്ഞാൽ അധികം സംസാരമൊന്നുമില്ല, മിണ്ടുന്നില്ല, പക്ഷെ പ്രഷറിനൊക്കെ ചിലപ്പോൾ ഒന്ന് മൂവ് ചെയ്യും. അതാണ് 8 അല്ലെങ്കിൽ താഴെ. അൺറെസ്പോൺസീവ്, ഒരു അനക്കമില്ല, കോമയിൽ കിടക്കുന്ന പേഷ്യൻ്റ് ആണ് 3 വരെ, 0 to 3. അതാണ് സ്കോറിംഗ് സിസ്റ്റം. അപ്പം നമ്മൾ GCS പഠിച്ചു. അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് ടെസ്റ്റിംഗ് ഓഫ് റിഫ്ലക്സസ്. എങ്ങനെയാണ് റിഫ്ലക്സസ് ചെക്ക് ചെയ്യുന്നത്? ആൻഡ് ഓട്ടോമാറ്റിക് റെസ്പോൺസ് ഓഫ് ദ ബോഡി ടു എ സ്റ്റിമുലസ് ഈസ് കോൾഡ് റെസ്പോൺസ്. ഇറ്റ് ഈസ് വോളണ്ടറി, ലേൺഡ് ഓർ കോൺഷ്യസ് ആക്ട്. ഇത് ചിലപ്പം വോളണ്ടറി ആകാം, അല്ലെ പഠിച്ച വോളണ്ടറി ആയിട്ട് നമ്മൾ കുറേ കാലം കൊണ്ടൊക്കെ അർച്ചിച്ചെടുത്താകാം, അല്ലെ കോൺഷ്യസ് ആക്ട് ആകാം. അത് നമ്മൾ മനഃപൂർവ്വം റിഫ്ലക്സ്, അതായിരിക്കും കോൺഷ്യസ് ആക്ട് ആകാം. അതിനുശേഷം the response of the tissue to external stimuli is tested using a percussion hammer, safety pin, wisp of cotton and hot and cold water. ഇപ്പം ഇതിൽ ഏതെങ്കിലും ടച്ച് ചെയ്യുമ്പോൾ പേഷ്യൻ്റ് പെട്ടെന്ന് കൈ വലിച്ചു അല്ലെ കാല് വലിച്ചു, അങ്ങനെ വന്നാൽ അതിന് റിഫ്ലെക്സ് ഉണ്ട് എന്നാണ് അർത്ഥം. ഫോളോയിങ് റിഫ്ലെക്സസ് ആർ ടെസ്റ്റഡ് യൂസിങ് എ പെർക്കഷൻ ഹാമർ. അപ്പം ഈ ഹാമർ നമ്മൾ ആദ്യത്തെ പിക്ചറിൽ കണ്ടായിരുന്നു, പെർക്കഷൻ ഹാമർ, ഇങ്ങനെ തട്ടുന്ന ഹാമർ, അത് വെച്ച് ചെയ്യാവുന്ന റിഫ്ലെക്സസ് ആണ് ഈ കാണുന്നത്. ബൈസെപ്സ് റിഫ്ലെക്സ്. This is tested by placing the examiner thumb horizontally over the client biceps tendon and gently tapping with a percussion hammer. Normally, slight flexion of the elbow occur by the contraction of the biceps muscles. അപ്പോൾ ഇത് ഫ്ലെക്ഷൻ അറിയുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഈ കൈ ജസ്റ്റ് ഒന്ന് ഫ്ലെക്സ് ചെയ്യും. അതെന്തുകൊണ്ടാണ്? ഇവിടെ ഒരു മസിലുണ്ട്, ബൈസെപ്സ് മസിൽ, അതിൻ്റെ ഫ്ലെക്ഷൻ കാരണമാണ്. ഇതാണ് ബൈസെപ്സ് റിഫ്ലെക്സ്. ഇതൊക്കെ പഠിക്കണം. അടുത്തത് ട്രൈസെപ്സ് റിഫ്ലെക്സ്. ട്രൈസെപ്സ് മസിൽസിന്റെ റിഫ്ലെക്സ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ട്രൈസെപ്സ് റിഫ്ലെക്സ്. അത് ഇവിടെയാണ്. ബൈസെപ്സ് നമ്മൾ ഈ ഇന്റേണൽ പാർട്ടിലായിരുന്നു, ട്രൈസെപ്സ് ചെയ്യുന്നത് ഈ ഔട്ട് സൈഡ് ഇവിടെയാണ് ചെയ്യുന്നത്. This is tested by delivering a blow with the percussion hammer. ഇതാണ് percussion hammer directly to the triceps tendon by flexing the client's arm at the elbow. The flexing എന്നാൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇവിടെയാണ് ട്രൈസെപ്സ് ടെൻഡനിൽ ഹാമർ വെച്ച് ജസ്റ്റ് ഒന്ന് ബ്ലോ ചെയ്യുക. നോർമലി സ്ലൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ദ എൽബോ ഓക്കർ. ചെറുതായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യും. അതാണ് ട്രൈസെപ്സ് റിഫ്ലെക്സ് ഉണ്ട് എന്നുള്ളതിന് മീനിങ്. നെക്സ്റ്റ് ബ്രേക്കിയോ റേഡിയാലിസ് റിഫ്ലെക്സ്. അത് കൈയുടെ ഇവിടെയായിട്ടാണ് ചെയ്യേണ്ടത്. പ്ലേസ് ദ ക്ലയന്റ് ഫോർആം ഇൻ എ റിലാക്സ്ഡ് പൊസിഷൻ. ഇതാണ് ഫോർആം. റിലാക്സ്ഡ് പൊസിഷൻ എക്സ്റ്റേണലി റൊട്ടേറ്റഡ് ഓൺ ദ എ ഫേം സർഫസ്. ഫേം സർഫസ് എന്ന് പറഞ്ഞാൽ എക്സാമിനറുടെ കൈ തന്നെയാണ്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡെലിവർ എ ബ്ലോ വിത്ത് ദ പെർക്കഷൻ ഹാമർ ഡയറക്ട്ലി ടു ദ റേഡിയസ് എബോവ് ദ റിസ്റ്റ്. റേഡിയസ് എബോവ്, ഇതാണ് റിസ്റ്റ്, അതിൻ്റെ റേഡിയസ് ഇതാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് തട്ടുക. നോർമലി ഫ്ലെക്ഷൻ ആൻഡ് സുപ്പിനേഷൻ ഓഫ് ദ ഫോർആം ഓക്കർ. ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വരും, സുപ്പിനേഷൻ എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് കൈ കൊണ്ടുവരും. ഇതാണ് പ്രോണേഷൻ എന്ന് പറഞ്ഞാൽ കൈ മടക്കുക, സുപ്പിനേഷൻ കൈ ഇങ്ങനെ നൂർത്തുന്നതിനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ഫ്രണ്ട് പാർട്ട് വരുന്നതിനെയാണ് സുപ്പിനേഷൻ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ റിസൾട്ട്. അടുത്തതാണ് പെറ്റല്ലാർ റിഫ്ലെക്സ്. പെറ്റല്ലാർ എന്ന് പറയുമ്പോൾ തന്നെ മുട്ടാണ്. അപ്പോൾ അവിടെ ഉള്ള പെർക്കഷൻ ഹാമർ വെച്ചുള്ളതാണ് പെറ്റല്ലാർ റിഫ്ലെക്സ്. ഇൻസ്ട്രക്ട് ദ ക്ലയന്റ് ടു സിറ്റ് ഓൺ ദ എഡ്ജ് ഓഫ് ദ എക്സാമിനേഷൻ ടേബിൾ ആൻഡ് അലോ ദ ലെഗ് ടു ഹാങ് ഫ്രീലി. ഇരിക്കുന്ന പോലെ ലെഗ് ഫ്രീ ആയിട്ട് ഹാങ് ചെയ്യുക. അതിനുശേഷം ലൊക്കേറ്റ് ദ പെറ്റല്ലാർ ടെൻഡൻ. ടെൻഡൻ ഇവിടെയായിട്ട് ഇങ്ങനെയാണ് ടെൻഡൻ ഡയറക്റ്റ്ലി ബ്ലോ ദ പെറ്റല്ല ക്യാപ്പ്, അല്ലെങ്കിൽ ഈ പെർക്കഷൻ ഹാമർ. Direct blow with the percussion hammer on the tendon. Normally, extension of the leg occur due to contraction of the quadriceps muscles.
നോർമലി എന്താണ് സംഭവിക്കുന്നത്? എക്സ്റ്റെൻഡ് ചെയ്യും, അതായത് ഇങ്ങനെ നൂർത്തും, അങ്ങനെ സംഭവിക്കും. അതിനുശേഷമാണ് അക്ലീസ് റിഫ്ലെക്സ് വിത്ത് ദ ക്ലയന്റ് ഇൻ ദ സെയിം പൊസിഷൻ ഫോർ പെറ്റലാർ റിഫ്ലെക്സ്. ഇരുന്നപോലെ തന്നെ ഇരിക്കുക. ദെൻ സപ്പോർട്ട് ദ ഫുട്ട് with one hand and deliver a blow with a percussion hammer directly on the Achilles tendon. അതായത് ബാക്ക് സൈഡിലുള്ള ടെൻഡൻ ആണ്. ജസ്റ്റ് എബോ ദ ഹീൽ. ഹീൽ എന്ന് പറഞ്ഞാൽ ഈ താഴ്പാട്ട് നമുക്കറിയാം. ഹീലിന്റെ ജസ്റ്റ് എബോ ഇവിടെ ഒരു ടെൻഡൻ ഉണ്ട്, അവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്ലോ ചെയ്യുക. നോർമലി ദ പ്ലാന്റാർ ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് ജെർക്ക് ഓഫ് ദ ഫുഡ്, താഴേക്ക് ഒന്ന് കാല് കൊണ്ടുപോകും. അതാണ് നോർമൽ റിഫ്ലെക്സ്. അപ്പൊ ഇല്ലെങ്കിൽ അതിന് പേഷ്യന്റ് ന്യൂറോളജിക്കൽ പ്രോബ്ലം ഉണ്ടെന്നാണ്. നെക്സ്റ്റ് പ്ലാന്റാർ റിഫ്ലെക്സ് ഓർ ബബിൻസ്കി റിഫ്ലെക്സ് വിത്ത് എ ഷാർപ്പ് ഇൻസ്ട്രുമെന്റ് ലൈക്ക് പിൻ. ഇങ്ങനെ ഒരു പിന്നുണ്ട്, നമ്മൾ അതും ഈ എക്സാമിനേഷൻ്റെ കൂട്ടത്തിലുള്ളതാണ്. സ്ട്രോക്ക് ദ സോൾ ഓഫ് ദ ക്ലയന്റ് ഫുഡ്. സോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ആണ്. ജസ്റ്റ് ഒന്നിങ്ങനെ സ്ട്രോക്ക് ചെയ്യുക. നോർമലി ഓൾ ടോ ബെൻഡ് ഫോർവേഡ്. ഇതെല്ലാം ഇങ്ങനെ ബെൻഡ് ഫോർവേഡ്. ബേബീസ് ആണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇത് നോർമൽ. നെക്സ്റ്റ് ആണ് കോർഡിനേഷൻ ടെസ്റ്റ്. അടുത്തത് മറ്റേ ടെസ്റ്റിംഗ് ആയിരുന്നു മസിൽസിന്റെ സ്ട്രെങ്ത്. ഇത് കോർഡിനേഷൻ ടെസ്റ്റ്. കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ദിസ് ഇൻക്ലൂഡ് എ ഫിംഗർ ടു നോസ് ടെസ്റ്റ് ആൻഡ് ഹീൽ ടു ഷിൻ ടെസ്റ്റ്. In the case of finger to nose test, instruct the client to abduct and extend the arm at shoulder height and touch the nose rapidly, alternating index finger. In an abnormal response, the client will miss the nose touch. ഇതാണ് ഫിംഗർ ടു നോസ് ടെസ്റ്റ്. ഇത് കോർഡിനേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? പേഷ്യൻ്റ്, അതായത് ഹെൽത്ത് കെയർ പ്രൊഫഷൻ ഇങ്ങനെ വെക്കും. അതിനുശേഷം നമ്മൾ പറയും റൈറ്റ് ഹാൻഡും കൊണ്ട് ഇൻഡെക്സ് ഫിംഗർ പിടിച്ചിട്ട് നോസ് ടച്ച് ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡും കൊണ്ട് നോസ് ടച്ച് ചെയ്യുക. ഇങ്ങനെ 1-2 പ്രാവശ്യം ആയി കഴിയുമ്പോൾ പേഷ്യൻ്റ് നോസയിൽ ടച്ച് ചെയ്യാൻ വിട്ടുപോകും. അതാണ് കോർഡിനേഷൻ ഇല്ല. അടുത്താണ് ടെസ്റ്റ് ഫോർ സെൻസേഷൻ ഉണ്ടോ എന്നുള്ള ടെസ്റ്റ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു അബ്ഡോമൻ്റെ ഒക്കെ പഠിച്ചപ്പോൾ. സെൻസേഷൻ ഓഫ് ടച്ച് ഇസ് ടെസ്റ്റഡ് വിത്ത് എ കോട്ടൺ സ്വാബ്. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ പേഷ്യന്റ് സെൻസേഷൻ ഉണ്ട് പറയും. ഇൻസ്ട്രക്ട് ദ ക്ലയന്റ് ടു ക്ലോസ് ദ ഐ ആൻഡ് ടു റെസ്പോണ്ട് വെനെവർ കോട്ടൺ ടച്ച് ദ സ്കിൻ. അപ്പോൾ കണ്ണടച്ച് പിടിക്കാൻ പറയും. അതിനുശേഷം കോട്ടൺ കൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ അത് എപ്പോഴായാലും ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പറയണം ഓക്കെ എന്ന് പറയണം. ദ സെൻസേഷൻ ഓഫ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇസ് ടെസ്റ്റഡ് ബൈ touching the skin with a test tube filled with hot and cold water and instruct the client to identify. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിൽ ഹോട്ടും കോൾഡും വെക്കും. എന്നിട്ട് ഹോട്ട് ഇങ്ങനെ മാറി മാറി ടച്ച് ചെയ്തിട്ട് പേഷ്യനോട് ഇപ്പോൾ ഹോട്ടാണോ കോൾഡാണോ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ പേഷ്യന് അത് മനസ്സിലാവും. അടുത്തതാണ് ഇക്വിലിബ്രിയം ടെസ്റ്റ്. Evaluate balance and gait by allowing the client to walk across the room on the toes, on the heel and heel to toes. അതായത് ബാലൻസ് കിട്ടുന്ന പറയാം. ആദ്യം ഇങ്ങനെ ടോസ് കുത്തി നടക്കാൻ പറയും. അതിനുശേഷം ഹീലയിൽ നടക്കാൻ പറയും. അതിന് ഹീലയിൽ നിന്ന് ടോസിലേക്ക് മാറി നടക്കാൻ പറയും. അപ്പോഴൊക്കെ ബാലൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ. ഒബ്സർവ് ദ ബാലൻസ് ആൻഡ് പോസ്റ്റർ. ഓൾസോ ഇൻസ്ട്രക്ട് ദ ക്ലയന്റ് ടു സ്റ്റാൻഡ് വിത്ത് ഐ ഓപ്പൺ ആൻഡ് ഫീറ്റ് ടുഗദർ. കണ്ണ് നേരെ തുറന്നിട്ട് 2 കാലും അടുപ്പിച്ച് വെക്ക് നിൽക്കാൻ പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ദി പേഷ്യൻറ്റിന് പ്രോബ്ലം ഉണ്ട്, ബാലൻസ് കിട്ടില്ല. ഇഫ് ഹി ഹാസ് ഗുഡ് ബാലൻസ് വിത്ത് ഐ ഓപ്പൺ, ഇൻസ്ട്രക്ട് ഹിം ടു ക്ലോസ് ദ ഐ ആൻഡ് അസസ് ഫോർ ബാലൻസ്. അപ്പോൾ ഐ ഓപ്പൺ ചെയ്ത് നല്ല ബാലൻസ് ഉണ്ട്, പേഷ്യൻറ്റ് ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ തന്നെ നിൽക്കാൻ പറയണം. അബ്നോർമാലിറ്റീസ് ഓഫ് ദ പോസ്റ്റർ ആൻഡ് ഗേറ്റ് ക്യാൻ ബി ഡിറ്റക്ട്. അങ്ങനെ നമുക്ക് പോസ്റ്ററും ഗേറ്റും മനസ്സിലാകും. ടെസ്റ്റ് ഫോർ മസിൽ സ്ട്രെങ്ത്. It is tested by instructing the client to move a particular joint or body part and the examiner oppose the movement. അതായത് പേഷ്യൻ്റ് കൈ പൊക്കാൻ പറയണം കേട്ടോ. എക്സാമിനർ കൈ പൊക്കാതെ ഇങ്ങനെ തടഞ്ഞു. അപ്പോൾ പേഷ്യൻ്റ് നല്ല ഫോഴ്സ് ഉണ്ട്, പൊക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് മസിലിന് സ്ട്രെങ്ത് ഉണ്ട്. മസിൽ സ്ട്രെങ്ത് ഷുഡ് ബി ബൈലാറ്ററലി ഈക്വൽ വിത്ത് എ സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ ഡൊമിനന്റ് ഹാൻഡ്. അതായത് റൈറ്റ് ഹാൻഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് ഹാൻഡിന്റെ മസിൽസ് ഓവർ യൂസ് നന്നായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല സ്ട്രെങ്ത് ആയിരിക്കും. അപ്പോൾ പേഷ്യൻ്റ് കൈ ഇങ്ങനെ മുമ്പോട്ട് നീട്ടാൻ പറഞ്ഞിട്ട് എക്സാമിനർ ബാക്കിലേക്ക് പുഷ് ചെയ്താൽ പേഷ്യൻറ്റിന് അത് ഓവർകം ചെയ്യാൻ സാധിച്ചാൽ മസിൽ സ്ട്രെങ്ത് ഉണ്ട് എന്നർത്ഥം. ഇതാണ് ന്യൂറോളജിക്കലിൽ മെയിനായിട്ട് വരുന്നത്. ഇതൊരു സാമ്പിൾ ഫോമാറ്റാണ്. നിങ്ങൾക്ക് കേരളത്തിലൊക്കെ പഠിക്കുന്നവർക്ക് കിട്ടും, ഔട്ട് സൈഡിൽ പഠിക്കുന്നവർക്ക് ഇതുപോലെ ഒരു സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ആദ്യം നമ്മൾ ഹിസ്റ്ററി കളക്ഷൻ എന്ന് പറഞ്ഞു. ഹിസ്റ്ററി കളക്ഷൻ്റെ അകത്ത് ആദ്യം എന്തായിരുന്നു? ഐഡന്റിഫിക്കേഷൻ ഡേറ്റയാണ്. അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നെയിം, ഏജ്, സെക്സ്, അഡ്രസ്സ് ഇതെല്ലാം വേണം. അതിനുശേഷം ഹിസ്റ്ററി കളക്ഷൻ്റെ ഓരോ പാർട്ടും ഇതെങ്ങനെ എഴുതണം എന്നാണ് പറയുന്നത്.
നമ്മൾ പറഞ്ഞ അതേ ഫോമാറ്റ്, പ്രസന്റ് ഹിസ്റ്ററിയിൽ എന്തെല്ലാം വേണം. ഇത് നിങ്ങൾക്ക് കിട്ടുന്നില്ലാത്തവർക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സമ്മറൈസ് ചെയ്ത് എഴുതാവുന്നതാണ്. ദെൻ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, പാസ്റ്റ് സർജിക്കൽ ഹിസ്റ്ററി എന്ന് ചില കോളേജിൽ പറയും, അതനുസരിച്ച് നിങ്ങൾ ചെയ്തോണം. ഫാമിലി ഹിസ്റ്ററി ഇങ്ങനെ തന്നെ എഴുതണം. അതിനുശേഷം പേഴ്സണൽ ഡേറ്റ, അതും നമ്മൾ പഠിച്ചതാണ്, ഇതുപോലെ എഴുതണം. ദെൻ സോഷ്യോ ഇക്കണോമിക്കൽ ഡേറ്റ, ഒക്യുപ്പേഷൻ, ഫാമിലി, ഇതെല്ലാമാണ് അതിൻ്റെ അകത്ത് വരുന്നത്. സൈക്കോളജിക്കൽ ഡേറ്റ, പേഷ്യൻ്റ് ആൻസൈറ്റി, കോപ്പിംഗ് മെക്കാനിസം. ദെൻ ഫിസിക്കൽ എക്സാമിനേഷൻ വളരെ സമ്മറൈസ് ചെയ്തിട്ടാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിന് വേണ്ടി ടൈം കളയാത്തത്. ദെൻ ഇൻറ്റഗ്മെൻ്ററി സിസ്റ്റം നമ്മൾ കണ്ടു, ഇത് ഒന്നുകൂടെ നോക്കുക. അതിനുശേഷം ഹെഡ് ആൻഡ് നെക്ക്, തൊറാക്സ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം, കാർഡിയോവാസ്കുലർ ആൻഡ് പെരിഫറൽ വാസ്കുലർ സിസ്റ്റം, GI സിസ്റ്റം, ജെനിറ്റോ യൂറിനറി സിസ്റ്റം, മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം, ഇതൊക്കെ വളരെ സമ്മറൈസ്ഡ് ഫോമാണ്. ദെൻ ന്യൂറോളജിക്കൽ സിസ്റ്റം, ഇത്രയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളതാണ് ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ്. ഡയഗ്നോസ്റ്റിക് സ്റ്റഡി എന്തെല്ലാം എക്സാമിനേഷൻ ചെയ്തു എന്നുള്ളത് നമ്മൾ ആ കോളം നമ്മൾ കണ്ടു പഠിച്ചതാണ്, അതുപോലെ തന്നെ അവിടെ എഴുതി വെക്കുക. ദെൻ ഡോക്യുമെന്റേഷൻ ഓഫ് ഹെൽത്ത് അസസ്മെന്റ്, ഇതെല്ലാം കണ്ടത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുക. ഇതാണ് ലാസ്റ്റ്, അതോടെ ഉണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ആഫ്റ്റർ ദ ഹെൽത്ത് അസസ്മെന്റ്, ഡോക്യുമെന്റ് ദ ഫൈൻഡിങ് ഓഫ് ദ ബോഡി സിസ്റ്റം, ഡോക്യുമെന്റ് ദ ടൈം ഓഫ് എക്സാമിനേഷൻ, ഇമ്പോർട്ടന്റ്, നെയിം ഓഫ് ദ എക്സാമിനർ, സ്പെസിമെൻ കളക്റ്റഡ്, ഒബ്സർവേഷൻ മെയ്ഡ് ആൻഡ് അസസ്മെന്റ് ഫൈൻഡിങ്സ്, ഇതെല്ലാം എഴുതണം. Based on this data, formulate an appropriate nursing diagnosis. ഇതിൽ നിന്നാണ് നഴ്സിംഗ് ഡയഗ്നോസിസ്, which will determine how to plan, implement and evaluate care. ഇത് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. നമ്മുടെ ഫിസിക്കൽ എക്സാമിനേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. ഫിസിക്കൽ എക്സാമിനേഷനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നഴ്സിംഗ് ഡയഗ്നോസിസും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് കാണാവുന്നതാണ്.